ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി ചെയ്യുന്നുണ്ട്. സൂര്യഗായത്രി, സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. പലയിടങ്ങളിലും ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. ഏതൊക്കെ ജില്ലകളിലാണ് ഇന്ന് മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്നത്? കൂടുതൽ വിശദാംശങ്ങൾ. അവിടെ ഇന്നും വ്യാപകമായിട്ടുള്ള മഴ സംസ്ഥാനത്ത് പ്രതീക്ഷിക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. പക്ഷെ നിലവിൽ 2 ജില്ലകൾക്ക് തീവ്ര മഴ മുന്നറിയിപ്പ് മാത്രമാണ് നൽകിയിട്ടുള്ളത്. അത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത്. പക്ഷേ ജാഗ്രത വേണം എന്നുള്ള മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. ഈ റെഡ് അലേർട്ട് ഉൾപ്പെടെ ഇല്ല എങ്കിലും അതിശക്തമായിട്ടുള്ള മഴ പ്രതീക്ഷിക്കാമെന്ന് കാലാവസ്ഥാ വകുപ്പ് പുറമെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ യെല്ലോ അലേർട്ടാണ് തിരുവനന്തപുരം ജില്ലയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിശക്തമായിട്ടുള്ള മഴ ജില്ലയിൽ ഉൾപ്പെടെ പെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മുന്നറിയിപ്പുകൾ കൃത്യമായിട്ട് പാലിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നുമുള്ള നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. അതിശക്തമായിട്ടുള്ള കാറ്റിന് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ നിലനിൽക്കുകയാണ്. അതായത് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. തീരദേശവാസികൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് പറയുന്നു. 18 വരെയാണ് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ആണ് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തീരദേശവാസികളും മലയോര മേഖലകളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണം എന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. ഈ മലയോര മേഖലകളിലേക്ക് ബീച്ച് കേന്ദ്രീകരിച്ചൊക്കെയുള്ള യാത്രകളും വിനോദങ്ങൾക്കും ഒക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീരപ്രദേശങ്ങളിലൊക്കെ തന്നെ അല്ലെങ്കിൽ കടലോര മേഖലയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ബീച്ചില്ലാത്ത, തീരമില്ലാത്ത ഒരവസ്ഥ അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിശക്തമായിട്ട് കടലിൽ കയറി കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ഒരു തരത്തിലും കടലിലേക്ക് ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശം തന്നെയാണ്. അത് തീരദേശവാസികൾക്കും മത്സ്യബന്ധന തൊഴിലാളികൾക്കും മാത്രമല്ല അത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും അത്തരത്തിലുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളൊക്കെ തന്നെ നേരത്തെ അധികൃതർ പറഞ്ഞിട്ടുണ്ട്. ആ മേഖലകളിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും ആളുകൾ ഒഴിഞ്ഞ മറ്റു സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പോയി താമസിക്കണം എന്നുള്ള നിർദ്ദേശം കൃത്യമായിട്ട് നൽകുന്നുണ്ട്. ഉരുൾപൊട്ടൽ സാധ്യതയൊക്കെ തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെയുള്ള. എന്തായാലും ഇന്നും വ്യാപകമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. മഴയും അതോടൊപ്പം ശക്തമായ കാറ്റും ഉണ്ടാകുമെന്നുള്ളതാണ് മുന്നറിയിപ്പ്. സൂര്യഗായത്രി, ജില്ലയിലെ സ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? മഴ തുടരുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ ക്യാമ്പുകളോ പ്രവർത്തിക്കുന്നുണ്ടോ ജില്ലയിൽ? തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ കാലവർഷം വീണ്ടും ശക്തമായ സമയം മുതൽ തന്നെ റെഡ് അലേർട്ട് അധികം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ കൂടിയും അതിശക്തമായിട്ടുള്ള മഴയാണ് ജില്ലയിൽ പെയ്തുകൊണ്ടിരുന്നത്. നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത് ഈ ശക്തമായിട്ടുള്ള കാറ്റ് വീശിയടിച്ചാണ്. കാറ്റ് ഉണ്ടാകുന്ന സമയത്ത് വീടുകളുടെ മേൽക്കൂരൊക്കെ പറന്നുപോയി അപകടം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. മരങ്ങൾ കടപുഴകി വീഴുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നു. മരച്ചിലകൾ ഒക്കെ വീണ് അപകടങ്ങൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതല്ലാതെ മറ്റ് വലിയ മഴക്കെടുതി ഇത്തവണ തിരുവനന്തപുരം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തില്ല എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് വെള്ളക്കെട്ട് അതിരൂക്ഷമായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ പല ഭാഗങ്ങളിലും കഴിഞ്ഞ കാലാവർഷം വരെയും. തമ്പാനൂർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലും ഗ്രാമപ്രദേശ വ്യത്യാസമില്ലാതെ വലിയ വെള്ളക്കെട്ടുകൾ ഉണ്ടാവുകയും വലിയ പ്രതിസന്ധിയിൽ ആളുകൾ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള അതിരൂക്ഷമായിട്ടുള്ള പ്രതിസന്ധിയിലേക്ക് ഇത്തവണ കാലവർഷം ജില്ലയെ എത്തിച്ചില്ല എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് സിറ്റി മേഖലയിലൊന്നും വലിയ വെള്ളക്കെട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പ്രതിസന്ധി നേരിട്ടത് തീരദേശ മേഖലയിലെ ആളുകളാണ്. ഇപ്പോഴും കടലാക്രമണ സാധ്യത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പല വീടുകളും കടലെടുത്ത് പോയിട്ടുണ്ട്. പല വീടുകളും എപ്പോൾ തകരും എന്നറിയാതെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. തീരദേശവാസികളാണ് കടുത്ത സങ്കടത്തിലായത്, ആശങ്കയിലായത് എന്നുള്ളതാണ്. അത് എപ്പോഴും ആശങ്ക തുടരുന്നുണ്ട്. വീടുകളിൽ ഉള്ളവരോട് എത്രയും വേഗം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കാൻ പറയുമ്പോഴും അവർ ആവർത്തിച്ച് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാകാത്തത് എന്നുള്ളത് തന്നെയാണ്. സ്വന്തം വീടുകളിൽ പോലും സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യം തീരദേശ പ്രദേശത്ത്, പ്രത്യേകിച്ച് വലിയതുറ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുണ്ട്. ശംഖുമുഖത്തുണ്ട്. ശംഖുമുഖത്തൊക്കെ ബീച്ച് എന്ന് പറയുന്നത് ഇല്ല. അത് ശംഖുമുഖത്ത് മാത്രമല്ല, പല തീരങ്ങളിലും ബീച്ച് എന്ന് പറയുന്നത് ഇല്ല. തിരമാല വന്ന് അടിച്ചു കയറി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ഒക്കെ ഉയർത്തുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള പ്രതിസന്ധികൾ അത് ഇപ്പോഴും നിലനിൽക്കുകയാണ്. മഴ ഇനിയും ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പ് നിലനിൽക്കുമ്പോൾ അതിൽ വലിയ ആശങ്കയിലാണ് തീരദേശവാസികൾ എന്ന് വേണം പറയാൻ. അല്ലാതെ മറ്റ് വലിയ മഴക്കെടുതികൾ ഉണ്ടാകുന്ന സാഹചര്യമില്ല. പക്ഷെ എന്ത് അടിയന്തര സാഹചര്യം ഉണ്ടായാലും ഉടനടി ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം ഉൾപ്പെടെയുള്ളവർ
നൽകി കഴിഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. എന്തായാലും ഇന്നും വ്യാപകമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് നൽകുമ്പോൾ അതനുസരിച്ചുള്ള ജാഗ്രതകളും മുൻകരുതലുകളും പൊതുജനം എടുക്കണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പാലിക്കണം. മലയോര മേഖലകളിൽ താമസിക്കുന്നവരും സുരക്ഷിതരായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.